ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ റെസിപ്പികളും അതുപോലെ തന്നെ ചെറിയ കുറച്ച് കാര്യങ്ങൾ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഒരു നല്ലൊരു മീൻ കറിയുടെ റെസിപ്പി, ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ലോങ് വീഡിയോയാണ് ഞാൻ പ്രിപ്പയർഡ് ചെയ്യുന്നത്. കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ലോങ് വീഡിയോ നമുക്ക് എടുക്കാൻ സമയം കുറവ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. താലിക്ക ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്, പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് താലിക്ക നിൽക്കുമ്പോൾ ഞാനിവിടെ സെറ്റിൽ ഇരിക്കുന്നുണ്ട്, ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ താലിക്ക പോവുകയാണ് കേട്ടോ. പോയി കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ അനിയത്തി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കഴിക്കണം, പുറത്ത് പോകണം, പിന്നെ ഒരു മീൻകറിയുടെ റെസിപ്പിയുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് താലിക്ക പോയതിന് ശേഷം ഞാനിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനവിടെ ഇരിക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് മാവ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ റോസ്റ്റുമാണ് ഞാൻ തയ്യാറാക്കുന്നത്. താലിക്ക പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരും, അപ്പോഴേക്കും റെഡിയാക്കാനുണ്ട്. അങ്ങനെ ഞാൻ ഇക്ക പോയതിന് ശേഷം കിച്ചണിൽ വന്ന് ചപ്പാത്തിയും പൊട്ടറ്റോ കറിയുമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പൊട്ടറ്റോ കറി താളിച്ച് ഒഴിച്ച് അത് നമ്മൾ റെഡിയാക്കും കേട്ടോ. പൊട്ടറ്റോ കറി റെഡിയാവുകയാണ്. ചപ്പാത്തി പൊട്ടറ്റോ കറിയുമാണ്. അനിയത്തി വരും, അവളും ഞാനും പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ഇത് കഴിച്ചിട്ട്. അപ്പോൾ ചപ്പാത്തി കഴിക്കാനെടുത്തു. ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ട്, ഷംലായും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഷംലായും ചപ്പാത്തിയും പൊട്ടറ്റോ കറിയും കഴിക്കുവാണ്. ഇപ്പോൾ സമയം 12:30 1 മണി ആകാൻ, ലഞ്ച് ടൈം ആവാറായിട്ടുണ്ട്. ഞങ്ങളിത് കഴിച്ച ഉടനെ പുറത്ത് പോവുകയാണ്. കുറേ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഞാൻ നേരെ പൈനായിൽ പോയിട്ടൊന്ന് ചവിട്ടും. അങ്ങനെ കേക്ക് ഓർഡർ ചെയ്തിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബേക്കറി ഷോപ്പിലെത്തി. അവിടെ കേക്കടിക്കാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ചെറുതായിട്ടൊന്ന് ഡേറ്റ് മാറ്റാൻ അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ എത്തിയത്. കേക്കിനെ പറ്റിയിട്ട് പറയാനായിട്ടാണ് ഇവിടെ എത്തിയത്. പർച്ചേസ് എല്ലാം പർച്ചേസുകളെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനിയത്തിനെ അവളുടെ വീട്ടിലിറക്കി. ഇനിയിപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് മീൻ സ്റ്റാളിലേക്ക്, അങ്ങനെ മീൻ കടയിൽ നിർത്തിയിട്ടുണ്ട്, മീൻ സ്റ്റാൾ കടയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയേക്കണം. ഈ വീട്ടിൽ ചെന്ന് ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മീൻ കറി വെക്കാനായിട്ട് ആങ്ങളെനെ കൊണ്ട് വാങ്ങിപ്പിക്കുക കേട്ടോ. വീട്ടിലെത്തി വൈകിട്ടത്തേക്കുള്ള ചായയുടെ കുറച്ച് പഴംപൊളിയും പിന്നെ നമ്മൾ പൊക്കുവടയും തയ്യാറാക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി ഞാനും താലികായും ചായ കുടിക്കുന്നുണ്ട്. ഇവിടെ 2 പേര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെത്തിയിട്ടില്ല. ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് ഇനി മീൻകറിയൊക്കെ തയ്യാറാക്കാൻ പോകുന്നത്. കിച്ചണിൽ ഒരുപാട് പണികൾ ബാക്കി കിടക്കുന്നു. ഇപ്പോൾ സമയം 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി കിച്ചണിൽ കയറി പൊക്കോടയും പരിപ്പോടയും തയ്യാറാക്കി. അത് പിന്നീടാണ് പരിപ്പോട തയ്യാറാക്കിയത്. അത് ഇതിൽ കാണിക്കുന്നില്ല ഞാൻ, കാരണം അവർ വരുമ്പോൾ ചൂടോടെ പൊരിക്കാമെന്ന് കരുതി. ഇനിയിപ്പം ആ കിച്ചണിൽ പോയി മീൻകറിയൊക്കെ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. താലിക്കാട് അടുത്ത് കുറച്ച് സംസാരിച്ചിരിക്കുകയാണ്. 7Kയുടെ ആഘോഷത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതിനുശേഷം ഞാൻ കിച്ചണിൽ പോയി മീൻകറി തയ്യാറാക്കാൻ പോകും. 7K എല്ലാവരെയും വിളിച്ചാണ്, അടിപൊളിയായിട്ടാണ് കഴിക്കുന്നത്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അലോൺ. എന്നെ ഇവിടെ വരെ എത്തിച്ച നിങ്ങളാണ്, നിങ്ങളെ മാത്രം വിജയം ആണ് ഇത് എന്ന് പറയാം. അത്രമാത്രം ഞാൻ ഒരു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ 7K ആയതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. കിച്ചണിലെത്തി. ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് ചൂരക്കറിയാണ് കേട്ടോ.
ചൂരമീൻ്റെ കുറച്ച് ചൂരമീനും കുറച്ച് ചാളയും അയലയൊക്കെയാണ് ഞാൻ മീൻകടയിൽ നിന്ന് വാങ്ങി ഇവിടെ എത്തിയത്. അപ്പോൾ ചൂരക്കറി വിപുലമായിട്ട് കാണിക്കുന്നില്ല, ഇനി നമ്മൾ അയലക്കറി വിപുലമായിട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ അത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉലുവയും കടുവും എല്ലാം, ഉലുവയും ഉള്ളിയും എല്ലാം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ടൊമാറ്റോയും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം കുറേ വീഡിയോ സ്ലിപ്പായി പോയി. ഇത് വഴന്നതിന് ശേഷം നമ്മൾ പൊടി ഐറ്റങ്ങൾ ചേർത്ത് നമ്മളത് തിളയ്ക്കുമ്പോൾ പുളിവെള്ളവും ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് തിളയ്ക്കുമ്പോൾ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമ്മുടെ പാകത്തിന് വെള്ളം കുറുകിയെടുത്ത് നമ്മൾ മീൻകറിയാക്കുന്നതാണ് ഒരു റെസിപ്പി. ഇനി ഇൻഷാല്ലാ ഞാൻ പിന്നീട് ഇതിൻ്റെ വിപുലമായിട്ട് റെസിപ്പി കാണിക്കാം. അപ്പോൾ ഞാൻ അയലക്കറി വെക്കുന്നതാണ് ഞാൻ കറക്റ്റായിട്ട് ഷൂട്ട് റെസിപ്പി കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ചൂരക്കറിയാണ്. കുറച്ച് ചൂര കിട്ടിയപ്പോൾ അതും കൂടി, ചൂര ഇന്നത്തേക്കല്ല വെക്കുന്നതേ ഉള്ളൂ, കറി വെച്ച് വെക്കുന്നതേ ഉള്ളൂ. നാളത്തേക്കാണ് ചൂര നമ്മൾ എടുക്കുന്നുള്ളൂ. ഇന്ന് എടുക്കുന്ന കറി അയലയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും എന്നോട് പറയാറുണ്ട് ഒരു ഡേ മൈ ലൈഫ് ചെയ്യണമെന്ന് പറയാറുണ്ട്, ഒരു ദിവസത്തെ ഫുൾ റൂട്ടീൻ. അപ്പോൾ അതെന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഉടനെ അത് നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഉടനെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എന്തായാലും 7th ആഘോഷം കേക്ക് സിസ്കയാണ് അടിക്കാൻ കൊടുത്തിരിക്കുന്നത്. ഇനി അവരത് മാറ്റി അടിച്ച് തരുമോ എന്ന് എനിക്കറിയില്ല. 7th ആഘോഷം അടിപൊളിയായിട്ട് നടക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കുറേ ആളുകളെയൊക്കെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പലരും എത്താൻ പറ്റാത്ത സാഹചര്യമാണ് പറയുന്നത്. പക്ഷേ ക്ഷണിച്ചതിൽ വരുന്നവരെ മാത്രം വെച്ച് നമ്മൾ ആഘോഷിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടർന്ന് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടിൽ കൂടി മാത്രമാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ക്യാബേജ് തോരനും കൂടി തയ്യാറാക്കുകയാണ് കേട്ടോ. മീൻകറി രണ്ടും റെഡിയായി, ചൂരക്കറി റെഡിയായി, അയലക്കറി റെഡിയായി. അപ്പോൾ ക്യാബേജ് തോരനും കൂടി റെഡിയാക്കി വെച്ചിട്ട് ഇക്കാക്ക് രാവിലത്തെ ചപ്പാത്തി, ഇക്ക മീൻകറി ആയപ്പോൾ മുതൽ ചോദിക്കുന്നുണ്ട് ചപ്പാത്തി കഴിക്കാൻ. ഇനി അതിന് ശേഷം ഞങ്ങൾ 11 മണിയാവും ലഞ്ച് കഴിക്കുമ്പോൾ. ചൂരക്കറി, ചൂര ഫ്രൈ ഉണ്ട്, അയല കറിയുണ്ട്, ക്യാബേജ് തോരൻ, അതുപോലെ തന്നെ അച്ചിങ്ങ പയർ കുറച്ച് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണ് അങ്ങനെ ഉലുവ ഇട്ട് കൊടുത്തു. അപ്പോൾ ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലൊരു അയലക്കറിയുടെ റെസിപ്പി കേട്ടോ ഇവിടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇനി ഇട്ട് കൊടുക്കാം. ചെറുള്ളി അരിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി ടൊമാറ്റോ ഇത്രയും സാധനങ്ങൾ നമ്മൾ വഴറ്റിയതിന് ശേഷം പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റായിരുന്നു ഇത്. കഴിച്ചതിനും നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞാണ് ഞാനിതിന് സൗണ്ട് കൊടുത്തത്. അടിപൊളി ടേസ്റ്റായിരുന്നു. അയലക്കറി ഒരു രക്ഷയില്ല കേട്ടോ. കാരണം കുറേ ദിവസങ്ങളായിട്ട് അയലയല്ല പച്ചമീൻ എന്തോ പ്രോബ്ലം, നമ്മുടെ രാസവസ്തു എന്തോ കടലിൽ ചാടി അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ആരും മീൻ വാങ്ങാറില്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വിജയകരമായി മീനിലേക്ക് ബാധിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും മീൻ വാങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം മീൻ പിന്നെ നമ്മൾ വാങ്ങിക്കുന്നതാണിത്. അതുകൊണ്ടായിരിക്കണം ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാ പൗഡറും ആഡ് ചെയ്ത് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് പച്ചക്കുത്ത് അതിൻ്റെ ആ പച്ച സ്മെല്ലൊന്ന് മാറുന്നവരെ വഴറ്റിയതിന് ശേഷം നമ്മൾ പുളിവെള്ളമാണ്, ഞാൻ പുളി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, കുടംപുളി. അപ്പോൾ അതൊഴിച്ച് കൊടുത്തു കേട്ടോ. അതൊഴിച്ച് കൊടുത്തതിന് ആ വീഡിയോ ഒന്ന് സ്ലിപ്പായി പോയി. അതൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അയല തിളച്ചപ്പോൾ ഇട്ട് കൊടുത്ത് അയലക്കറി അടിപൊളിയായി റെഡിയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. എന്താണെന്നറിയില്ല, ഞാൻ തന്നെയാണോ ഈ കറി വെച്ചതെന്ന് പോലും ഒരു നിമിഷം ചിന്തിച്ചു. കാരണം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും ഈ അയലക്കറി സൂപ്പറാട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജ് തോരനും അയല വറുത്തതും ചൂരക്കറിയും
പിന്നെ കുറച്ച് ഇതുകൂടിയുണ്ട്, പയർ തോരനും കൂടിയുണ്ട്, അച്ചിങ്ങപ്പയർ. അപ്പോൾ അതൊന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ വിപുലമായിട്ട് വലിയ ലെങ്തായി പോവും വീഡിയോ. അതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. ക്യാബേജ് തോരൻ മാത്രം ഉൾപ്പെടുത്തുന്നുള്ളൂ. ചൂരക്കറിയും അയലക്കറിയും ക്യാബേജ് തോരനും അച്ചിങ്ങപ്പയർ തോരൻ. അച്ചിങ്ങപ്പയർ നാടൻ പയർ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ മീൻകറി റെഡിയായപ്പോൾ ഇക്ക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചപ്പാത്തി ബാലൻസ് ഇരുന്നത് ഇക്കാക്ക് വേണമെന്ന് പറഞ്ഞ് കഴിക്കാൻ കൊടുത്തു. ഞാനും ഇക്കായും അവിടെ സംസാരിച്ചിരുന്ന് ഇക്ക ചപ്പാത്തി കഴിക്കുകയാണ് കേട്ടോ. ഇനി എന്തായാലും ഡിന്നർ കഴിക്കുമ്പോൾ 11 മണിയെങ്കിലും കഴിയും. ഇക്കയുടെ ലൈവും കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കുക. ഇക്കായും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഞാൻ അറിയിച്ചോ. അതിന് ശേഷം ലോങ് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. ഇക്ക ചാനലാക്കി. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവും. അങ്ങനെ ഇക്ക ചപ്പാത്തിയൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ 7K ആഘോഷിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. അതായത് ഓരോ ആളുകളെ ക്ഷണിക്കുമ്പോൾ അവരുടെ സൗകര്യ ദിവസത്തിന് വേണ്ടിയാണ് ഡേറ്റ് മാറ്റിവെക്കുന്നത്, ആഘോഷപൂർവ്വം നടത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നെക്സ്റ്റ് ടൈം നല്ലൊരു ലോങ് വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് 7Kയുടെ ആഘോഷങ്ങളുമായി വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയൂ. ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.